പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 1.5 ലക്ഷത്തിലേറെ പേരാണ് പുറത്താവുക. 2.69 കോടി വോട്ടർമാരാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 24 ലക്ഷം പേർ പുറത്തായിരുന്നു. മരിച്ചവർ, വിദേശ പൗരത്വം സ്വീകരിച്ചവർ ഉൾപ്പെടെ 53,229 പേർ കൂടി ഹിയറിംഗിനു ശേഷം വോട്ടർ പട്ടികയിൽ നിന്നൊഴിവായി. കൂടാതെ കരട് പട്ടികയിൽ നിന്ന് 15,11,292 വോട്ടർമാരുടെ വർധനവും കൂടിച്ചേർത്താണ് 2,69,53,644 പേർ അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. 4,24,518 പുതിയ വോട്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നു. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം നാളെ നടക്കുന്നതായിരിക്കും. അതിനൊപ്പം എല്ലാ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നാഷണൽ പാർട്ടി, സ്റ്റേറ്റ് പാർട്ടീസിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ കോപ്പി ഓഫ് ദ ഇലക്ടറൽ റോൾ അതായത് മണ്ഡലത്തിലും ജില്ലാ തലത്തിലും അത് പൊളിറ്റിക്കൽ പാർട്ടീസിന് നൽകുന്നതായിരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക താരതമ്യപ്പെടുത്തിയാൽ 30 ലക്ഷത്തോളം പേരെ SIR-നു ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി CPIM പ്രതിനിധി MV ജയരാജൻ ആരോപിച്ചു. നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുടെ കണക്കുമായി താരതമ്യം ചെയ്താൽ ഒരു 30 ലക്ഷത്തിന്റെ വ്യത്യാസം കാണുന്നുണ്ട്. അത്രയും വ്യത്യാസം വരാനടിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അന്ന് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നത് 2,84,30,761 അവർ പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം. ഒരു കുടുംബത്തിലെ പലരും പല ക്രമ നമ്പറിലാണ് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും അന്തിമ വോട്ടർ പട്ടികയിൽ പ്രശ്നം പരിഹരിക്കണമെന്നും കോൺഗ്രസ് പ്രതിനിധി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. നാളെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വീണ്ടും വിളിക്കുമെന്നും ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും രത്തൻ യു ഖേൽക്കർ മറുപടി നൽകി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.